ഇതെന്റെ പൊന്നു മോൾക്ക് എന്റെ വകയായിട്ടൊരു ഓണക്കോടി. താങ്ക് യു. കണ്ണടച്ചേ. ഇപ്പൊ എങ്ങനെയാ ദിയമോള് സുന്ദരിയായിട്ടുണ്ടോ? പിന്നെ എന്റെ ദിയമോള് സുന്ദരിയല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. കല്യാണ ചെറുക്കണ പോലെ ഉണ്ട്. ഗോകുൽച്ചന്റെ കല്യാണം എന്നാ? കഴിക്കണം. അധികം വൈകാതെ കല്യാണം കഴിക്കണം. ക്ലാസ്സിലൊരു പെണ്ണുണ്ട്. അവളുടെ ലൈനൊന്ന് സെറ്റായി കഴിഞ്ഞാ അടുത്ത ഓണത്തിന് എന്റെ കല്യാണം. ഇനി ഇവനും കൂടി കല്യാണം കഴിച്ചിട്ടാണ് ആ പെണ്ണിനും കൂടി ഞാൻ ചെലവിന് കൊടുക്കാൻ. എന്റെ പ്രകാശേട്ടാ, ഓണ ദിവസമായിട്ടെങ്കിൽ ആ കണക്ക് പുസ്തകം ഒന്ന് താഴെ വെക്ക്. നിനക്ക് കല്യാണം കഴിക്കണല്ലേ? മുട്ടയെന്ന് വിരിഞ്ഞില്ല. നിനക്ക് കല്യാണം കഴിക്കണോണ്ടി? വേണ്ട. ആ പോയേ. മോളെ, അല്ല സൂത്രേ, ഈ പൂവിന് തന്നെ എല്ലാം കൂടി 500 രൂപയായി. ഈ ചെലവെല്ലാം കൂടി ഞാൻ. പ്രകാശേട്ടാ ഒന്ന് നിർത്ത്. അവിട്ടത്തിന് ഞാനും ഗോകുലും എന്റെ വീട്ടിൽ പോവാ. ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരൂ. അത്രയും ദിവസത്തെ എന്റെ മോന്റെയും ചെലവ് ലാഭിക്കാലോ. അതുകൊണ്ട് ഈ ഓണക്കണക്ക് പറയുന്നതൊന്ന് നിർത്ത്. എനിക്ക് അടുക്കളയിൽ സദ്യ ഒരുക്കണം. ഞാൻ പോവാ. പൊക്കോ. പൂവിന്റെ വില, ചെക്കന്റെ കല്യാണം. ഓ, ഇതാലോചിക്കുമ്പോഴേ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഈശ്വര, ഇന്നാരാണവോ മാവേലിയായിട്ട് വീട്ടിൽ വരാൻ പോണത്? ദൈവമേ.